ഇപ്പോൾ കണ്ണൂർ പയ്യാമ്പലത്തെ കോടിയേരി ബാലകൃഷ്ണന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യം വി ഗോവിന്ദൻ മാസ്റ്റർ നേതൃത്വം കൊടുക്കുന്ന പാർട്ടി പ്രവർത്തകരും അനുയായികളും അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. പയ്യാമ്പലത്ത് സജു ദേവസ്യ തത്സമയം പയ്യാമ്പലത്ത് നിന്ന് ചേരുന്നു. വൃന്ദ കാരാട്ടും അവിടെ എത്തിയിട്ടുണ്ട്. വി ജയരാജനെയും നമ്മൾ കാണുന്നുണ്ട്. സജു ദേവസ്യ പറയൂ. ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായ അനുസ്മരണ പരിപാടിയാണ് പയ്യാമ്പലത്തെ കോടിയേരി ബാലകൃഷ്ണൻ സ്മൃതി കുടീരത്തിനോട് സമീപം ഒരുക്കിയിരിക്കുന്നത്. സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ തന്നെ അനുസ്മരണ യോഗവും നടക്കും. CPIM PB അംഗം വൃന്ദ കാരാട്ട്, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ, മന്ത്രി P രാജീവ്, സ്പീക്കർ AN ഷംസീർ, കോടിയേരിയുടെ കുടുംബാംഗങ്ങൾ, മറ്റ് CPIM നേതാക്കൾ എന്നിവരടക്കമുള്ള ആളുകൾ പരിപാടിയിൽ പങ്കാളികളാകുന്നുണ്ട്. CPIM-നെ സംബന്ധിച്ചിടത്തോളം CPIM-ന്റെ നേതൃപദവിയിലെ ഏറ്റവും അധികം അംഗീകരിക്കപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി, ആഭ്യന്തരമന്ത്രി എന്നിങ്ങനെയുള്ള പദവികളിൽ അദ്ദേഹം തിളങ്ങി നിന്ന വ്യക്തിത്വം എന്ന നിലയ്ക്ക് കൂടി പാർട്ടി പ്രവർത്തകർക്ക് അദ്ദേഹം വൈകാരികമായി അടുപ്പമുള്ള നേതാവ് കൂടിയാണ്. കണ്ണൂർ നഗരത്തിലെ സ്റ്റേഡിയം കോർണറിൽ നിന്ന് ആരംഭിച്ച ജാഥയിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. ജാഥ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അനുസ്മരണ സമ്മേളനത്തിലേക്ക് കൂടി കടക്കുകയും ചെയ്യും. CPIM രാഷ്ട്രീയമായും പ്രത്യേകിച്ച് PV അൻവർ അടക്കമുള്ള ആളുകളൊക്കെ ഉയർത്തുന്ന പ്രതിഷേധത്തിന്റെയും മറ്റും ഭാഗമായുള്ള രാഷ്ട്രീയ പ്രതിസന്ധികളെ നേരിടുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് കോടിയേരിയുടെ അസാന്നിധ്യം എന്നത്. പാർട്ടിയിൽ അദ്ദേഹത്തിന്റെ നയതന്ത്ര ചാതുരി മികവ് അവയുടെയൊക്കെ ഒരു അസാന്നിധ്യം എത്രത്തോളം ശൂന്യത സൃഷ്ടിക്കുന്നുണ്ട് എന്ന ചർച്ചയടക്കം നടക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ രണ്ടാം ചരമവാർഷിക ദിനം എത്തുന്നത് എന്നൊരു പ്രാധാന്യം കൂടി ഇതിനോടൊപ്പം കാണണം. പ്രവർത്തകരുടെ വലിയ വിപുലമായ പങ്കാളിത്തം ഈ ചരമവാർഷിക ദിനത്തിലുണ്ട്. എല്ലാവരുമായും അത്രയധികം വ്യക്തിബന്ധവും എല്ലാവരെയും കേൾക്കുന്ന മനസ്സ് പുലർത്തിയിരുന്ന നേതാവിനോട് അണികൾക്കുള്ള വൈകാരിക അടുപ്പത്തിന്റെ തെളിവ് കൂടിയാണ് അത്. ഈ അനുസ്മരണ സമ്മേളനം PB അംഗം വൃന്ദ കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മുഖ്യ പ്രഭാഷണം നടത്തുകയും ചെയ്യും. പ്രവർത്തകർ ഇപ്പോൾ ഓരോരുത്തരായി എത്തി അദ്ദേഹത്തിന് വീണ്ടും അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി വലിയ തോതിൽ പ്രവർത്തകരുടെ പങ്കാളിത്തമുണ്ട്. ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന പ്രവർത്തകരുണ്ട്. വൈകിട്ട് കോടിയേരിയിൽ അദ്ദേഹത്തിന്റെ നാട്ടിലും അനുസ്മരണ സമ്മേളനം നടക്കുന്നുണ്ട്. ഒപ്പം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിർമ്മിച്ചിരിക്കുന്ന വെങ്കല പ്രതിമ മുഖ്യമന്ത്രി പിണറായി വിജയൻ 11 മണിക്ക് കോടിയേരിയിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ അനാച്ഛാദനം ചെയ്യുന്ന പരിപാടി കൂടി ഇതോടൊപ്പം ഒരുക്കിയിട്ടുണ്ട്. അനുസ്മരണ സമ്മേളനം ഇതിനകം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ അനുസ്മരണ പരിപാടിയിൽ രണ്ടുപേരാണ്, PB അംഗം വൃന്ദ കാരാട്ടും ഒപ്പം സംസ്ഥാന സെക്രട്ടറിയുമായിരിക്കും സംസാരിക്കുക. ഇപ്പോൾ സ്വാഗത പ്രസംഗം ജില്ലാ സെക്രട്ടറിയും MV ജയരാജൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം EP ജയരാജൻ അടക്കമുള്ള നേതാക്കൾ എല്ലാവരും ഈ പരിപാടികളിൽ പങ്കാളികളും ആകുന്നുണ്ട്. അദ്ദേഹത്തെ ഓർത്തെടുക്കുമ്പോൾ തീർച്ചയായും CPIM രാഷ്ട്രീയത്തിൽ ഏറ്റവും നയചാതുരി കൊണ്ടും അദ്ദേഹത്തിന്റെ ചിരി കൊടിയടയാളമാക്കിയ ഒരു നേതാവ് എന്നതുകൊണ്ട് കാർക്കശ്യങ്ങളുടെ ഭാരമില്ലാതെ ജനങ്ങളോട് ഇടപെട്ട നേതാവ് എന്ന നിലയ്ക്കൊക്കെ അദ്ദേഹം എക്കാലവും ഓർമ്മിക്കപ്പെടും. അദ്ദേഹത്തിന്റെ പലപ്പോഴും സർക്കാരും പാർട്ടിയും തമ്മിലുള്ള പാലമാകാനും അത്തരം പ്രശ്നങ്ങളെയൊക്കെ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യാനും ഒക്കെ സാധിച്ച ഒരു നേതാവ് കൂടിയാണ്. പാർട്ടിക്കകത്ത് പിണറായി വിജയൻ, VS അച്യുതാനന്ദൻ ദ്വന്ദ്വം എന്ന നിലയ്ക്ക് ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ പോലും ഈ പിണറായി പക്ഷത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെയും VS-നെ പൂർണ്ണമായും ചേർത്ത് പിടിക്കാനും അതിനിടയിൽ ഒരു പാലമായി വർത്തിക്കാനും ഒക്കെ കഴിഞ്ഞ നേതാവാണ്. അങ്ങനെ കാർക്കശ്യങ്ങളുടെ ഒരു ഭാരമൊന്നുമില്ലാതെ കമ്മ്യൂണിസ്റ്റിന്റെ ഒരു ജനപ്രിയനായ കമ്മ്യൂണിസ്റ്റ്, അങ്ങനെ അത്തരം ഭാരങ്ങളൊന്നുമില്ലാതെ ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിയ നേതാവായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വിടവ് എന്നത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചർച്ച ചെയ്യപ്പെടുന്നതും അണികൾ അതിനെക്കുറിച്ച് ഇപ്പോഴും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഘട്ടത്തിൽ എന്ന് വീണ്ടും വീണ്ടും പറയുന്നതിന്റെ കാരണവും അതാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വിട നൽകൽ എന്നത് ഒരർത്ഥത്തിൽ ആ കാലത്തിലാണ്. ഓക്കെ, സജു ദേവസിയാണ് പയ്യാമ്പലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കോടിയേരിയുടെ സ്മൃതി കുടീരത്തിൽ നേതാക്കന്മാർ അഞ്ജലി അർപ്പിച്ചു. വൃന്ദ കാരാട്ട്, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, MV ജയരാജൻ, അതുപോലെ തന്നെ EP ജയരാജൻ തുടങ്ങി സമുന്നതരായ നേതാക്കന്മാരും കുടുംബാംഗങ്ങളും ഭാര്യ വിനോദിനിയും ഈ ചടങ്ങിൽ പങ്കെടുത്തു.